കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ 2 ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയവരാണ് ഇവർ. പിടിയിലായത് ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണികളാണ്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരൻ ചെയ്യുന്നു. ജിജീഷ്, ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 ബംഗാൾ സ്വദേശികൾ കൂടി പിടിയിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ് പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നടത്തിയ വലിയൊരു പരിശോധന, അതിന്റെ തുടർച്ചയായി 2 കിലോ കഞ്ചാവ് നേരിട്ട് തന്നെ അന്വേഷണ സംഘത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. 4 കിലോ കഞ്ചാവ് കൊണ്ടുവന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിശദമായി തന്നെയുള്ള അന്വേഷണം നടക്കുകയും ഇതിനു മുമ്പ് 4 പേർ അറസ്റ്റിലാവുകയും മറ്റ് 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും എല്ലാം ചെയ്തിരുന്നു. വിശദമായ അന്വേഷണത്തിലാണ് വിവിധഭാഷ തൊഴിലാളികളായ ബംഗാൾ സ്വദേശികളായ 2 പേരുടെ പങ്കാളിത്തം, അത് അഹിന്ദ മണ്ഡൽ, ഒപ്പം തന്നെ സുഹൈൽ ഷെയ്ഖ് എന്നിവരുടെ പങ്കാളിത്തം അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. തുടർന്ന് ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു. ഇവർക്കായി വലിയ തോതിലുള്ള പരിശോധനകൾ, അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ 2 പേരും പിടിയിലാവുകയും ചെയ്തത്. ഇതിൽ സുഹൈൽ ആലുവയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് ഒളിവിൽ പോയിരുന്നു. തനിക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ട്, തന്നിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് വ്യക്തമായതോടെ ഇയാൾ മൂവാറ്റുപുഴയിലേക്ക് പോയി. അവിടെ നിന്നാണ് ഇന്ന് പുലർച്ചെ ഇയാളെ സാഹസികമായി അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തത്. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അനുസരിച്ച് നേരത്തെ പിടിയിലായ അനുരാജ് വിവിധ വിദ്യാർത്ഥികളിൽ നിന്ന് ലഹരി വസ്തുക്കൾക്ക് വേണ്ടി പണം പിരിക്കുന്നു. അതിനുശേഷം മറ്റ് 2 വിദ്യാർത്ഥികൾക്ക് ഇത് നൽകുന്നു. ആശിക്കും ഷാലിക്കും അടക്കമുള്ള 2 വിദ്യാർത്ഥികൾക്ക് ഈ പണം നൽകുന്നു. അതിനുശേഷം അവരാണ് ഈ വിവിധ ഈ ഇടനിലക്കാരായ, ഇതിന്റെ വിതരണക്കാരായ ആളുകളിലേക്ക് പണം എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 18,000 രൂപയോളം ഇവർ കൈമാറിയതിന്റെ സാമ്പത്തിക ഇടപാട് രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അത് വലിയ തുകയ്ക്ക് ചെറിയ പാക്കറ്റുകളിലായി വലിയ തുകയ്ക്ക് വിൽക്കുകയായിരുന്നു ചെയ്തത്. കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടോ എന്നും ഇവർ മറ്റു കലാലയങ്ങളിൽ, മറ്റു ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെയുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്.